നമസ്കാരം. നമ്മുടെ സർക്കാർ ആശുപത്രികളുടെ വരാന്തയിലും മുറ്റത്തും റോഡരികിലുമൊക്കെയായി ഡോക്ടർമാരുടെ ഒരു നോട്ടം കിട്ടാത്തതുകൊണ്ട് എത്ര പേർ മരിച്ചു വീണു, എത്ര പേർക്ക് അവയവങ്ങൾ നഷ്ടപ്പെട്ടു, എത്ര പേർ വേദന കൊണ്ട് പുളഞ്ഞു ജീവിക്കുന്നു. ഇതിനൊക്കെ ആരാണ് സമാധാനം പറയുക? രോഗിയുടെ വയറ്റിനകത്ത് കത്രിക നിക്ഷേപിച്ച ഭിഷഗ്വരൻ എന്താണ് പറയുന്നത്? ഒന്നാം തരം സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, അത് 50 വർഷം അകത്ത് കിടന്നാലും കുഴപ്പമില്ലാത്രേ. കേരളത്തിന്റെ ആരോഗ്യരംഗത്ത് ഇതൊരു പുതിയ മനോഭാവമാണ്. മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായ മനോഭാവം. പറ്റിപ്പോയി, ക്ഷമിക്കണം, പറഞ്ഞപ്പോൾ തിരിഞ്ഞുപോയതാണ്. ഇവിടെ ആരും അങ്ങനെ പറഞ്ഞില്ല, അധികൃതരും തിരുത്തിയില്ല. ആശുപത്രി വരാന്തയിൽ നിന്ന് 5 രൂപ പാസ് എടുത്ത് അകത്ത് കയറുന്ന രോഗിയോട് തെരുവ് പട്ടിയോടെന്ന പോലുള്ള മനോഭാവം. 500 രൂപ പാസ് എടുത്ത് ഡോക്ടറിന്റെ വീടിന്റെ അകത്തേക്ക് കയറുന്ന രോഗിയോട് തേനെ പാലേ മനോഭാവം. എന്തുകൊണ്ടാണ് സർക്കാർ ആശുപത്രികൾ ഇങ്ങനെയൊക്കെ മതിയെന്ന് ഇവിടുത്തെ സിസ്റ്റം തീരുമാനിക്കുന്നത്? കാരണം വരുന്നവൻ ശബ്ദമില്ലാത്തവനാണല്ലോ, അവന്റെ മടിക്കുത്തിന് കനമില്ലല്ലോ, അവൻ ഏറ്റവും ഗതികെട്ടവനാണല്ലോ. അപ്പോ പിന്നെ അവന് ഈ ട്രീറ്റ്മെന്റ് മതി. മെഴുകുതിരി കത്തിച്ചു വെച്ച് ശതകോടി വരുന്ന ദരിദ്രരുടെ പ്രാണനെ ചേർത്ത് പിടിക്കുമെന്ന് പ്രതിജ്ഞയെടുത്ത് പുറത്തേക്ക് വരുന്ന ഡോക്ടർമാർ മെഡിക്കൽ എത്തിക്സിന്റെ മൂല്യം നശിപ്പിച്ചു കളഞ്ഞാൽ ഏത് സിസ്റ്റമാണ് ഇവർക്കെതിരെ നടപടിയെടുക്കുക? അഥവാ ആരെങ്കിലും നടപടിയെടുത്താൽ ആനുകൂല്യങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവർ OP ബഹിഷ്കരിക്കും. ഈ OP ബഹിഷ്കരിക്കുന്ന, സർജറികൾ നടത്താത്ത ഡോക്ടർമാരുടെ മുമ്പിലേക്ക് അവരുടെ അച്ഛനോ അമ്മയോ വേണ്ടപ്പെട്ടവരോ ആണ് എത്തുന്നതെങ്കിൽ ഇവരെന്തു ചെയ്യും? അപ്പോഴും ഇവർ സമരം തുടരുമോ? 10,000 10,000 വരുന്ന ഗവൺമെന്റ് ഡോക്ടർമാർ 3.5 കോടി വരുന്ന ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ്. എന്തൊരു ധാർഷ്ട്യമാണ് ഇവർക്ക്! തീർച്ചയായും ഇവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടണം, അതിനകത്ത് ഒരു സംശയവും വേണ്ട. പക്ഷേ അത് മുൻപിലെത്തുന്ന രോഗിയുടെ ജീവൻ എടുത്തുകൊണ്ടാവരുത്. എനിക്ക് തമാശയായി തോന്നിയൊരു കാര്യം, നിരന്തരമായി വയറുവേദന എന്ന് പറഞ്ഞെത്തുന്ന ഒരു രോഗിയോട്, മൂത്രം ഒഴിക്കുമ്പോൾ രക്തം പോകുന്നു എന്ന് പറയുന്ന ഒരു രോഗിയോട് ആ രോഗം എന്താണ് എന്ന് മൂല്യനിർണ്ണയം നടത്താൻ ഒരു സ്കാൻ എടുക്കാനോ എക്സ്റേ എടുക്കാനോ ഡോക്ടറെ തോന്നിപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ഒടിവുണ്ടോ ചതവുണ്ടോ എന്ന് നോക്കാതെ മുറിവ് വെച്ച് കെട്ടി പറഞ്ഞു വിടുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെയാണെങ്കിൽ ഈ സിസ്റ്റത്തിലിരിക്കുന്ന ഡോക്ടർമാരുടെ പാണ്ഡിത്യത്തെക്കുറിച്ച് നമ്മൾ സംശയിക്കണ്ടേ? പണമുണ്ടെങ്കിൽ ആർക്കും ഡോക്ടറാകാൻ കഴിയുന്ന നമ്മുടെ നാട്ടിൽ അവർക്ക് കോല് കളിക്കാൻ ഇനി എത്ര പാവങ്ങൾക്ക് സ്വന്തം ജീവൻ ബലി കൊടുക്കേണ്ടി വരും? സിസ്റ്റത്തിനാണ് കുഴപ്പമെന്ന് ഡോക്ടർക്കാണ് കുഴപ്പമെന്ന് മന്ത്രിയും. സത്യത്തിൽ നിങ്ങളെയൊക്കെ അവിടെ ഇരുത്തിയ ഞങ്ങൾക്കാണ് കുഴപ്പം, ശരിയല്ലേ? ഇതിനോടകം 46 കേസിലാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. എന്നിട്ട് ആ റിപ്പോർട്ടിന് മുകളിൽ അടയിരിക്കുകയാണ് മന്ത്രി വീണ ജോർജ്. അപ്പോഴും പിഴവുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 1 അല്ല 2 അല്ല 3 അല്ല, 100 കണക്കിന് കേസുകളാണ്. ഒരു കാര്യം മാത്രം മന്ത്രി മനസ്സിലാക്കുക, തെരഞ്ഞെടുപ്പിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നിക്ഷേപിച്ച അതേ കത്രിക കൊണ്ട് തന്നെ ജനങ്ങൾ നിങ്ങൾക്ക് പൂട്ടിടും. കത്രിക പൂട്ട്, ഒരു സംശയവും വേണ്ട.